പൂട്ടിപ്പോയ തോട്ടങ്ങൾ വനംവകുപ്പ് ഏറ്റെടുക്കണം എന്ന ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശ മന്ത്രിതല യോഗം തള്ളി. തൊഴിലാളികളുടെ ഉടമസ്ഥതയിലല്ലാത്ത ലയങ്ങൾ സർക്കാർ ചെലവിൽ നവീകരിക്കേണ്ടതില്ലെന്നും തീരുമാനം. തോട്ടം തൊഴിലാളികൾക്കായി സർക്കാർ സമഗ്ര പദ്ധതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. ലയങ്ങളിൽ താമസിച്ച് ബുദ്ധിമുട്ടനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ സ്ഥലം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് മറ്റേതെങ്കിലും പുതിയ സ്കീമുകൾ ആരംഭിക്കണമെന്നാണ് ആലോചിച്ചത്. സ്വകാര്യ തോട്ടങ്ങൾ പലതും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനക്ഷമമായതുകൊണ്ട് തന്നെ തൊഴിലാളികളും തോട്ടമുടമകളും ഒരുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത്തരം തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു പ്രപ്പോസൽ നേരത്തെ RKDA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഈ യോഗം തീരുമാനിച്ചത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക് ധർമ്മടം, ഈ കമ്മീഷന്റെ ശുപാർശ എന്തുകൊണ്ടാണ് തള്ളിയത്? വേണുഗോപാലകൃഷ്ണൻ, ചിലപ്പോൾ വിവാദമായേക്കാവുന്ന ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റൊന്ന്, സർക്കാരിന്റെ കയ്യിൽ സാമ്പത്തികമായ ഭദ്രതയില്ലാത്ത, പണമില്ലാത്ത, ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ തോട്ടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടി വരും. പക്ഷെ എന്നാൽ ഈ പല തോട്ടങ്ങളും സർക്കാർ നേരത്തെ ഈ മുതലാളിമാർക്ക് പാട്ടത്തിന് നൽകിയതാണ്. അത്തരം തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ എന്താണ് നഷ്ടപരിഹാരം നൽകേണ്ടി വരിക എന്നുള്ളതിൽ വ്യക്തതയില്ല. പക്ഷെ ഏതായാലും കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കണം, വനം വകുപ്പ് അതിൻ്റെതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തോട്ടങ്ങൾ മിക്കവാറും വനമേഖലയിലാണ്. അത്തരം മേഖലകളിലെ തോട്ടങ്ങളെല്ലാം ഏറ്റെടുക്കണമെന്നതാണ്. ആ ശുപാർശ വേണ്ടെന്ന് വെക്കുകയും ഒപ്പം തന്നെ ഈ ലയങ്ങൾ, തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു, അതും വേണ്ടെന്ന് വെച്ചു. കാരണം അതിന് കാരണമായി വനമന്ത്രിയോട് നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അത് തോട്ടം മുതലാളിമാരുടെ കൈകാര്യം ചെയ്യുന്നതാണ്, അതുകൊണ്ട് അതിന്റെ ഗുണം തൊഴിലാളികൾക്ക് കിട്ടില്ല. ലൈഫ് പോലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി തോട്ടം തൊഴിലാളികൾക്കായി ഉണ്ടാക്കാൻ ഒരു സമഗ്ര പദ്ധതിക്ക് സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയിൽ ഇപ്പോൾ സാധിക്കാത്തതാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആ ശുപാർശ പാടെ തള്ളുന്നത് സർക്കാരിന് ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ആ റിപ്പോർട്ടും മറ്റ് അനന്തര നടപടികളും നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത്. വേണുഗോപാലകൃഷ്ണൻ. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.